ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സൂട്ട് ക്ലോസറ്റ്, വൺ പീസ് സൂട്ട് ക്ലോസറ്റ് എസ്ട്രാപ്പ് അത് ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇന്ന് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഏകദേശം നമ്മൾ 12.5 ഇഞ്ചാണ് നമുക്കിവിടെ സെൻറ്റർ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഒരു 12.75 വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 13 വെച്ച് കഴിഞ്ഞാൽ ചുമരിൻ്റെ അളവിനൊക്കെ അനുസരിച്ചാണ്, തേപ്പ് തൂക്കി തേക്കുന്നതിനൊക്കെ അനുസരിച്ചാണ് നമുക്ക് കിട്ടുക. ഇത് ശരിക്കും നമുക്കൊരു 12.5 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ ഇതിൻ്റെ ആംഗിൾ കോക്കും ഹെൽത്ത് പോസറ്റും വെക്കാനുള്ള പോയിൻ്റ് ഏകദേശം നമ്മളൊരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിടണം. 40 സെൻറ്റിമീറ്ററാണ് ക്ലോസറ്റ് ഉണ്ടാവുക. അപ്പോൾ സെൻറ്റർ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 20 വെച്ചിട്ട് 10 കൂടി കൂട്ടിയിട്ട് 30 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സൈഡിലേക്ക് വരുമ്പോൾ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടായാൽ അത് അത്ര വലിയ അകലമൊന്നും ആവില്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് സാധനങ്ങൾ ഫിക്സ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഗ്യാസ്കറ്റാണിത് ക്ലോസറ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് ചാടിപ്പോകും. പിന്നെ അത് അത്രയും പ്രസ്സായിട്ട് ക്ലോസറ്റിലാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്. ക്ലോസറ്റിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ ചെരിച്ചിട്ട് ഈ പൈപ്പിലേക്ക് തൂക്കിന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമാതിരിയുള്ള വാഷറുകൾ കിട്ടും. ആ വാഷറുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സെൻറ്റർ നമ്മൾ പുറത്തുള്ള എഡ്ജ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒരു 4 ഇഞ്ച് കറക്റ്റ് ഇതിൽ ടീത്തിൽ കുടുങ്ങി നിൽക്കാൻ പാകത്തിന് കട്ട് ചെയ്ത് ഓൾ റൗണ്ട് ഒഴിവാക്കുക. ഇതേമാതിരി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ്കറ്റ്, മറ്റേ ഗ്യാസ്കറ്റിന് പകരം ഈ ഓറിങ് വാഷർ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ ടൈറ്റായിട്ട് ഫിക്സ് ആയിട്ട് അവിടെ കിടന്നോളും. പിന്നെ അതിൻ്റെ സൈഡിലൊന്ന് സിലിക്കോണും വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒരു സ്മെല്ലും പുറത്തേക്ക് വരില്ല ക്ലോസറ്റിൻ്റെ. റബ്ബർ വാഷറിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ വായുവട്ടം കറക്റ്റ് ടൈറ്റായിട്ട് അങ്ങോട്ട് കയറി നിൽക്കും അത്. അപ്പോൾ അതിലേക്ക് നമ്മൾ സിലിക്കോൺ സൈഡിലൂടെ വെച്ചാൽ മതി. അതുപോലെ തന്നെ ക്ലോസറ്റ് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ക്ലോസറ്റിൻ്റെ സൈഡിൽ കൂടിയും നമ്മൾ സിലിക്കോൺ അടിച്ചു കൊടുക്കുക. സിലിക്കോണും കുറേയൊക്കെ കഴിഞ്ഞാൽ സിലിക്കോൺ കംപ്ലൈൻറ്റ് വരും. എന്താ വെച്ചാൽ എച്ചിലൊക്കെ കെട്ടിയിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരും. അപ്പോൾ പരമാവധി പുറത്തേക്ക് സിലിക്കോൺ കാണാത്ത രീതിയിൽ നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് അടിക്കുക. വരച്ച് വെച്ചിട്ട് കറക്റ്റ് ഉള്ളിലേക്ക് അടിച്ച് ഇതിൻ്റെ ഈ അളവ് കറക്റ്റ് നോക്കുക. ഇപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റ് നമ്മൾ സൂട്ടാണ്. ചുമരിൽ ഏകദേശം ഒരു ചെറിയൊരു പ്ലേ ചുമരിലുള്ളൂ. മുട്ടിച്ച് ചുമരിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സൈഡിൽ വേണമെങ്കിൽ ഉള്ളിൽ കാണാത്ത രീതിയിൽ ഒരു സിലിക്കോണിൻ്റെ 2 ഡോട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വൈബ്രേഷനും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഈ സൈഡിലുള്ള ആ ഗ്യാപ്പ് കണ്ടില്ലേ. അപ്പോൾ ചിലവർ പറയും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആംഗിൾ കോക്ക് വെക്കണം, ആംഗിൾ കോക്ക് കാണാൻ പാടില്ല, നൈലോൺ ട്യൂബ് കാണാൻ പാടില്ല. മെയിൻ്റനൻസിന് എപ്പോഴും നല്ലത് പുറത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളെ ഗ്യാസ്കറ്റും ഈ ക്ലോസറ്റിൻ്റെ ആ എസ്ട്രാപ്പിൻ്റെ ആ വായും തമ്മിൽ കറക്റ്റായിരിക്കും. അതതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പ്ലേ വരെ ഉണ്ടാവില്ല. ആ രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലും സിലിക്കോണായിട്ട് വെച്ച് കൊടുത്താൽ മതി. സൈഡിലും സിലിക്കോൺ വെക്കുക, ഉള്ളിലും സിലിക്കോൺ വെക്കുക. അതേമാതിരി പുറത്ത് ഓൾ റൗണ്ട് സിലിക്കോൺ അങ്ങോട്ട് വെക്കുക. അത് പെൻസിലോട് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൻ്റെ ഉൾവശം നമ്മൾ കറക്റ്റ് വരച്ചോണ്ട് വെച്ച് കൊടുക്കുക. ഇതേമാതിരി കറക്റ്റ് നല്ല കുറച്ച് പരത്തിയിട്ട് കേട്ടോ, നല്ല ടൈറ്റിൽ ഒരു പരത്തിയിട്ടാണ് വെച്ച് കൊടുക്കുക. ആ 2 ഡോട്ട് നമ്മൾ ഡ്രില്ലൊന്നും ചെയ്യണില്ല, അതിൻ്റെ ആവശ്യമില്ല. ആ ഡ്രില്ല് ചെയ്യൽ ഭയങ്കര ടാസ്ക്കുമാണ്. കാരണം ഇത്രയും ഇതിൽ ക്ലോസറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പറിച്ചാൽ വരെ ഇത് ഇളകിപ്പോരില്ല. അപ്പോൾ പിന്നെ ആ സ്ക്രൂവിൻ്റെ അവിടെ ആവശ്യമില്ല, അത് വേസ്റ്റാണ്. ചെയ്യുന്നവർക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തും ചെയ്യലില്ല. പക്ഷെ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ആ ഹോള് കറക്റ്റ് ഈ സിലിക്കോൺ വെച്ച് അടച്ച് കളയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും, അതിനുള്ളിൽ കൂടെ സ്മെല്ല് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ സിലിക്കോണെ മുണ്ട് നനഞ്ഞ തുണി വെച്ചാണ്ട് തുടച്ച് ക്ലിയറാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വർക്കുകൾ. ചെറിയൊരു വർക്കാണ്, അതായത് ഒരു ക്ലോസറ്റ് വെക്കുക, ഒരു ഷവർ വെക്കുക, അതിൻ്റെ ഹെൽത്ത് പോസറ്റ്, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ആ ക്ലോസറ്റിൻ്റെ അളവ് നിങ്ങളെയും കൂടി നമ്മൾ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ അതുമാതിരി ഇതിൻ്റെ ആ ഡോറ് ഫിറ്റാക്കണമെന്ന് വെച്ചാൽ പലതും പല സ്ക്രൂകളാണ് വരിക.
ചില ടൈപ്പ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ തലവേദനയാണ്, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഓരോരോ സാധനങ്ങളും ആയിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഇതുമാതിരിയുള്ള നെട്ടും ബോൾട്ടും റബ്ബർ ബുഷുകളൊക്കെയാണ്. അപ്പോൾ ഈ ബുഷൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റ് ടൈറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ മേലെ നമ്മൾ ഇതിൻ്റെ വെക്കുന്ന സീറ്റിൻ്റെ സപ്പോർട്ടിങ് ലാമ്പൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതായത് ഇത് ടൈറ്റ് ആക്കുമ്പോൾ ഒരു ലിമിറ്റ് ടൈറ്റ് പിടിക്കുക. അതായത് ഡോറൊക്കെ ഇപ്പോഴത്തെ ഡോർ കംപ്ലീറ്റ് വരുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ്. അപ്പോൾ നമുക്ക് വന്ന് പെട്ടെന്ന് ടപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ച് ഇത് പൊട്ടി പോകുന്നില്ല. അപ്പോൾ ഈ ഫ്രെയിം ഇത് വളരെ ഈസിയാണ്. സെൻറ്ററിലൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പുഷ് ചെയ്തിട്ട് ഈ സ്ലൈഡിങ് ആണിത്, ആ ഫ്രെയിം. ആ സ്ലൈഡിങ് കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഫ്രെയിം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസറ്റിൻ്റെ മേലെ ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള 2 ക്ലാമ്പ് ഉണ്ട്, അത് ടോപ്പിൽ വെച്ചിട്ട് അതിലാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ടൈറ്റ് ആക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓവർ ടൈറ്റ് ആവാൻ പാടില്ല. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോവും. പിന്നെ നമുക്ക് ഇതിൻ്റെ അളവിൽ വേറെ എന്തെങ്കിലും മെറ്റലിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടൊക്കെ വേണം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് വരും. അപ്പോൾ ഒരു ലൈറ്റായിട്ട് ഒരു ടൈറ്റ് പിടിക്കുക. ആ ടൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ഒരു ടൈറ്റ് ഉണ്ടാവും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൊന്നുമില്ല, ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് അതിനുണ്ടാകുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കറക്റ്റ് സീറ്റ് കവർ വെച്ച് ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്ത് തള്ളി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വലിയ മൽപ്പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി സ്ലിപ്പായി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ലെവലാക്കി വെച്ചിട്ട് കറക്റ്റ് ഒന്ന് ലിമിറ്റ് ടൈറ്റ് ചെയ്യുക. നേരെ ക്ലോസറ്റ് സൈഡിൽ ഡോർ ഇങ്ങനെ എടുക്കുക. ഇത് സ്ലൈഡിങ് ആണ്, അത് നേരെ നമ്മളെന്ത് ചെയ്യുക, കുത്തനെ പിടിച്ചിട്ട് പതുക്കെ വെച്ചിട്ട് നേരെ അങ്ങോട്ട് തള്ളി കൊടുത്താൽ മതി. ആ തള്ളുമ്പോൾ തന്നെ കറക്റ്റ് അത് ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ കറക്റ്റ് വെച്ചിട്ട് പ്രസ്സിങ് നേരെ അങ്ങോട്ട് തള്ളുക. തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്കായി, കറക്റ്റ് ഇപ്പോൾ ലോക്കായി. ഇനി ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി ഡോറിന് വെയിറ്റ് വരും. വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ക്ലോസ് ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അല്ല ലിമിറ്റിലും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ടാണ് ഇത് വന്ന് അടയുന്നത്. അപ്പോൾ നമുക്ക് ആ അപ്പുറത്തെ ഫ്രെയിമിൻ്റെ വലിയ മൽപ്പിടുത്തൊന്നും പിടിക്കേണ്ട ഒരു ആവശ്യമില്ല, സ്ക്രൂ ഒക്കെ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പം പ്ലാസ്റ്റിക് ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുക. ചിലപ്പം അല്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അത്രയും ആ ഫ്രെയിമും ഇതൊക്കെ കൂടി ബ്രാസും പിച്ചളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള വില ക്ലോസറ്റിനും വരുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലോസറ്റിൻ്റെ സീറ്റ് കവർ. പിന്നെ ഇതൊരു ബ്രാൻഡഡ് ക്ലോസറ്റ് എന്ന് പറയാൻ അത്ര വലിയ മുന്തിയ ബ്രാൻഡൊന്നുമല്ല, എന്നാലും ഒരു 4500-5000 രൂപയിലുള്ള ഒരു 1 പീസ് ക്ലോസറ്റ്. ഈ മോഡൽസിലെല്ലാം തന്നെ വരുന്നത് ഇതേ ഒരു സിസ്റ്റം ആയിരിക്കും. ഇതിൻ്റെ സൈഫൺ ആയാലും അതിൻ്റെ ഉള്ളിലെ ഫ്ലോട്ട് ആയാലൊക്കെ ഒരേ സിസ്റ്റം ആയിരിക്കും വരിക. പിന്നെ ചെറിയൊരു നോർമലി ഒരു ഷവറും ഒരു ടാപ്പുമാണ്. ഒരു അത്യാവശ്യം ചെറിയൊരു ഹൈറ്റ് നമ്മളെ ഡിൻഡലിൻ്റെ ഹൈറ്റ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വാഷ് ഡൗൺ ക്ലോസറ്റാണ് കേട്ടോ, സൈഫോണിക് അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ആ ഫസ്റ്റ് ഫ്ലഷിൻ്റെ ഇതിന് ബക്കറ്റിലൊന്ന് വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. പിന്നെ ചില ടാങ്കുകളാണ് നിറയാൻ വളരെ എളുപ്പത്തിന് നിറയും. ഈ സൈഫോണിക്കിനും ഈ 1 പീസ് ക്ലോസറ്റിനൊക്കെ ചില ഫ്ലോട്ടുകൾ എന്ന് പറഞ്ഞാൽ ലിമിറ്റാണ്, നിറയാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട്, ഒന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം. അപ്പോൾ വാഷ് ഡൗൺ ഫ്ലഷിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ടൊർണാഡോ ഫ്ലഷ് ഒന്നും ഉണ്ടാവില്ല, റിമ്മാണ് കംപ്ലീറ്റ്, റിമ്മിലൂടെ വരുന്ന ആ ഫ്ലഷിംഗ് ആണ് ഉണ്ടാകുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ക്ലോസറ്റിൻ്റെ ഒരു പരിചയപ്പെടുത്തലായിരുന്നു. അതായത് ഫിക്സിങ് എങ്ങനെയാണ്, അതായത് സൈഡിലെ ഗ്യാപ്പ്, അതായത് ആംഗിൾ കോക്ക് വെക്കുന്ന ഗ്യാപ്പും ഹെൽത്ത് പോസറ്റ് വെക്കുന്ന ഗ്യാപ്പും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ നല്ലൊരു കണ്ടൻറ്റുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.